വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഗ്ലാമർ പോരാട്ടത്തിന് വേദിയാവുകയാണ് കണ്ണൂർ ജില്ലയിലെ മലയോര മണ്ഡലമായ പേരാവൂർ. CPM കേന്ദ്ര കമ്മിറ്റി അംഗം KK ശൈലജയും KPCC പ്രസിഡന്റ് സണ്ണി ജോസഫും പരസ്പരം ഏറ്റുമുട്ടുന്നു എന്നുള്ളതാണ് ഇത്തവണത്തെ പ്രത്യേകത. UDFന് പരമ്പരാഗതമായി ശക്തിയുള്ള മണ്ഡലം പിടിച്ചെടുക്കുകയാണ് LDFന്റെ ലക്ഷ്യം. കണ്ണൂർ നഗരത്തിൽ നിന്നും 55 കിലോമീറ്റർ മാറി മലയോരത്തുള്ള പേരാവൂർ മണ്ഡലം ഇത്തവണ ശ്രദ്ധയാകർഷിക്കുന്ന പോരാട്ടത്തിന് ഒരുങ്ങുകയാണ്. കടുവയും പുലിയും കാട്ടാനയും ദിനംപ്രതി ഇറങ്ങുന്ന മണ്ണിൽ പരസ്പരം ഏറ്റുമുട്ടുന്നത് സണ്ണി ജോസഫും KK ശൈലജയും. വോട്ട് കണക്കിൽ പേരാവൂരിൽ UDFനാണ് മുൻതൂക്കം. എന്നാൽ കടുത്ത പോരാട്ടം കാഴ്ചവെച്ച ചരിത്രം പേരാവൂരിൽ LDFനുമുണ്ട്. ഏറ്റവും ഒടുവിലായി 2025 നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പേരാവൂരിൽ UDFനാണ് ഭൂരിപക്ഷം. 11,233 വോട്ടുകൾ UDF അധികമായി നേടി. പേരാവൂർ മണ്ഡലത്തിൽ ആകെയുള്ളത് 9 തദ്ദേശ സ്ഥാപനങ്ങൾ. ഇതിൽ 5 UDFനും 4 LDFനുമാണ് ഭരണം. ആറളം, കണിച്ചാർ, കേളകം, കൊട്ടിയൂർ, അയ്യങ്കുന്ന് പഞ്ചായത്തുകളാണ് UDFനൊപ്പമുള്ളത്. ഇരിട്ടി മുനിസിപ്പാലിറ്റിയും പേരാവൂർ, പായം, മുഴക്കുന്ന് പഞ്ചായത്തുകളും LDFനൊപ്പവുമുണ്ട്. 5-ൽ 4 എന്നിങ്ങനെയാണ് കക്ഷി നിലയെങ്കിലും UDF ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ മൃഗീയ ഭൂരിപക്ഷമുണ്ട്. ഇനി 2021 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ പരിശോധിച്ചാൽ UDFന് പേരാവൂരിൽ വലിയ ഭൂരിപക്ഷമുണ്ട്. 23,481 വോട്ടിന്റെ ലീഡാണ് K സുധാകരന് പേരാവൂരിൽ ലഭിച്ചത്. 2021 അതായത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പേരാവൂരിൽ കടുത്ത പോരാട്ടം നടന്നു. സണ്ണി ജോസഫ് വിജയിച്ചു കയറിയത് 3,172 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ. ഇരിട്ടി ഏരിയ സെക്രട്ടറി ആയിരുന്ന സക്കീർ ഹുസൈനായിരുന്നു അന്ന് LDF സ്ഥാനാർത്ഥി. 2016 പേരാവൂർ മണ്ഡലത്തിൽ 2ാം തവണ മത്സരിക്കാനിറങ്ങിയ സണ്ണി ജോസഫ് വിജയിച്ചു കയറിയത് 7,989 വോട്ടുകൾക്കായിരുന്നു. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൻ്റെ കന്നി അംഗത്തിന് സണ്ണി ജോസഫ് ഇറങ്ങുമ്പോൾ എതിരാളി KK ശൈലജ. അതായത് 2026 സംഭവിക്കാൻ പോകുന്നതിന് സമാനം. അന്ന് KK ശൈലജയെ 3,440 വോട്ടുകൾക്ക് സണ്ണി ജോസഫ് പരാജയപ്പെടുത്തി. 2006 KK ശൈലജയാണ് പേരാവൂരിൽ നിന്ന് വിജയിച്ചത്. അന്ന് കോൺഗ്രസ് നേതാവായ UDF സ്ഥാനാർത്ഥി AD മുസ്തഫയെ 9,099 വോട്ടുകൾക്ക് ശൈലജ പരാജയപ്പെടുത്തി. എന്നാൽ 2006 KK ശൈലജ മത്സരിച്ച് വിജയിച്ച പേരാവൂരല്ല ഇന്ന്. 2008 മണ്ഡല പുനർനിർണയത്തിൽ പല പഞ്ചായത്തുകളും എടുത്തുമാറ്റി. അതിലേറ്റവും പ്രധാനം LDFന്റെ ശക്തി കേന്ദ്രങ്ങളായ മട്ടന്നൂരും കീഴല്ലൂരും കൂടാളിയുമാണ്. എന്നാൽ UDFനെ സംബന്ധിച്ചിടത്തോളം 2006 വടക്കേ വയനാടിനൊപ്പമുണ്ടായിരുന്ന കേളകവും കൊട്ടിയൂരും ഇന്ന് പേരാവൂർ മണ്ഡലത്തിൻ്റെ ഭാഗമാണ്. അന്ന് കണിച്ചാർ പഞ്ചായത്ത് കൂത്തുപറമ്പ് മണ്ഡലത്തിലായിരുന്നു. എന്നാൽ ഇന്ന് കണിച്ചാർ പഞ്ചായത്തിനെയും പേരാവൂരിനൊപ്പം ഉൾപ്പെടുത്തി. അങ്ങനെയാണ് UDFന് ശക്തിയുള്ള മണ്ഡലമായി പേരാവൂർ മാറുന്നത്. ഇങ്ങനെയൊക്കെയാണ് കണക്കുകളെങ്കിലും ശക്തമായ പ്രചാരണം നടത്താൻ ഒരുങ്ങുകയാണ് പേരാവൂരിൽ ഇരു മുന്നണികളും.